കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല കാവ്യവൽക്കരിക്കാനും RSSൻ്റെ അജണ്ടയ്ക്ക് അടിയറവ് വെക്കാനും കേരളത്തിലെ ഗവർണർ പ്രത്യേകമായി റിക്രൂട്ട് ചെയ്ത് നിയോഗിച്ച RSSകാരായ വൈസ് ചാൻസലർമാരും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന തീർത്തും ഹീനമായ വിദ്യാർത്ഥി വിരുദ്ധമായ മതേതര വിരുദ്ധമായ നിലപാടിനെതിരെ അതിശക്തമായ പ്രക്ഷോഭത്തിനാണ് ഇന്നലെ കേരളവും രാജ്യവും സാക്ഷ്യം വഹിച്ചത്. കേരളത്തിലെ പ്രധാനപ്പെട്ട 4 സർവകലാശാലകളിൽ അതിശക്തമായ വിദ്യാർത്ഥി പ്രക്ഷോഭമാണ്. കേരളത്തിലെ ജനാധിപത്യ മതനിരപേക്ഷ പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാൻ SFI ഏറ്റെടുത്തത് എന്ന അഭിമാനത്തോടെ പറയുകയാണ്. ആ പോരാട്ടത്തിൻ്റെ ഭാഗമായി SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് ഈ വാർത്താ സമ്മേളനത്തിൽ ഞങ്ങളോടൊപ്പം നിങ്ങളെ അഭിസംബോധന ചെയ്യേണ്ട ആളായിരുന്നു. സഖാവ് ഇപ്പോൾ ജയിലിലാണ്. സഖാവ് PS സഞ്ജീവ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി, SFIയുടെ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം സഖാവ് ആദർശ് SK, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഗോപികൃഷ്ണൻ, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് അവിനാശ്, സംസ്ഥാന കമ്മിറ്റി അനന്തു ഉൾപ്പെടെ 26 പേരെയാണ് തിരുവനന്തപുരം കേരള സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തിയതിൻ്റെ പേരിൽ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. കണ്ണൂർ സർവകലാശാലയിലെ മാർച്ചിൻ്റെ പേരിൽ അവിടുത്തെ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് മാർച്ച് നടത്തിയതിൻ്റെ പേരിൽ കണ്ണൂരെ ജില്ലാ സെക്രട്ടറി സഖാവ് ശരത്ത്, സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് ജോയൽ ഉൾപ്പെടെ 4 സഖാക്കളെ അവിടെയും റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. 30 സഖാക്കളാണ് വർഗീയ വിരുദ്ധ നിലപാടിനെതിരായ അതിശക്തമായ സമരപ്രക്ഷോഭം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏറ്റെടുത്തതിൻ്റെ ഭാഗമായി ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ജയിലറയ്ക്കകത്ത് അടയ്ക്കപ്പെട്ടിരിക്കുന്നത്. സമരസഖാക്കളെ അഭിവാദ്യം ചെയ്യുന്നു. അതിശക്തമായ പോരാട്ടം ഇതിൻ്റെ ഭാഗമായി SFI തുടരും എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് മാധ്യമ സുഹൃത്തുക്കളെ ഇപ്പോൾ കാണുന്നത്. SFI സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ താറുമാറാക്കാനും കേരളത്തിൽ ഗൂഢമായ പദ്ധതി തയ്യാറാക്കി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഗവർണർക്കെതിരെയും RSSൻ്റെ അജണ്ടയ്ക്കെതിരെയും അതിനെതിരെ പ്രതിഷേധിച്ച SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള സമരസഖാക്കളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയ നടപടിയിൽ പ്രതിഷേധിച്ചു. നാളെ സംസ്ഥാന വ്യാപകമായി SFI പഠിപ്പ് മുടക്കാൻ തീരുമാനിക്കുകയാണ്. എല്ലാ ക്യാമ്പസുകളിലും സ്കൂളുകളിലും വിദ്യാർത്ഥികൾ ഈ സമരത്തോട് ഐക്യദാർഢ്യപ്പെട്ട് നാളെ തെരുവിലിറങ്ങി സമരം ചെയ്യുന്ന സ്ഥിതി ഉണ്ടാവും. പഠിപ്പ് മുടക്കി സഖാക്കൾ തെരുവിലേക്ക് ഇറങ്ങി മാർച്ച് ചെയ്യുന്ന നില സംസ്ഥാനത്താകെ സ്വീകരിക്കും എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് വിദ്യാർത്ഥികൾ ക്ലാസ് മുറികളിൽ നിന്നിറങ്ങി മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും അതോടൊപ്പം തന്നെ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയും സംരക്ഷിക്കാനുള്ള മുദ്രാവാക്യം ഉയർത്തി സമരം ചെയ്യും എന്ന് നിങ്ങളെ അറിയിക്കുകയാണ്.